യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ, മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ, ഇത്തരം സംഗതികൾ ചോദിക്കുമ്പോൾ അതിന് യെസ് ഓർ നോ മറുപടി കൃത്യമായിട്ട് മണിമണിയായിട്ട് നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്നോസിസ് പെർഫെക്റ്റ് ആവും. നമുക്ക് കൃത്യമായും വ്യക്തമായും നിങ്ങളുടെ ബോഡി ടൈപ്പ് അനലൈസ് ചെയ്യുന്നതിനും രോഗ തീവ്രത അളക്കുന്നതിനും അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ചുരുക്കത്തിലും വേഗത്തിലും പറഞ്ഞു തരുന്നതിനും ഔഷധം കൃത്യമായിട്ട് കുറിക്കുന്നതിനും സാധിക്കും. അതുവഴി ഈ രോഗാവസ്ഥ കുറച്ചു കൊണ്ടുവരുന്നതിന്, നിയന്ത്രിക്കുന്നതിന് തുടക്കകാലങ്ങളൊക്കെ ആണെങ്കിൽ മാറ്റിക്കളയുന്നതിനും സാധിക്കാറുണ്ട്. അതിന് തീർച്ചയായിട്ടും രോഗി കോപ്പറേറ്റ് ചെയ്യണം, കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, പറയുന്ന ഡയറ്റ് ഈ രോഗാവസ്ഥ കൂട്ടുന്ന തരം ഭക്ഷണ രീതികളും ജീവിത രീതികളും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തയ്യാറുള്ള രോഗികളെല്ലാം അച്ചീവ് ചെയ്യാറുള്ള ഒരു സംഗതിയാണ്. ഇതൊരു അസാധ്യമല്ല. പക്ഷേ ഈ രോഗത്തിന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള യാപ്യ രോഗം, അസാധ്യ രോഗം, അങ്ങനെ ഗംഭീരം, ഉത്താനം അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സുഖസാധ്യല്ല എന്നർത്ഥം. തുടക്കത്തിൽ തന്നെ കാണുകയാണ്. ആരംഭഘട്ടത്തിലെ അതിന് നിങ്ങൾ ടെസ്റ്റുകളായിട്ട് നടക്കുകയുള്ളൂ. പക്ഷെ ആരംഭഘട്ടത്തിലെ നമ്മൾ ചികിത്സ ആരംഭിക്കുക. നമുക്ക് പാരന്റ്സിന് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിയും വിധത്തിൽ വെരി മിനിമം ഇതിന് അനുകൂലമായിട്ടുള്ള ഭക്ഷണ ജീവിത രീതികളിലുള്ള വ്യത്യാസം വരുത്താനെങ്കിലും ശ്രദ്ധിച്ചാൽ തന്നെ ഈ രോഗം അകറ്റിക്കൊണ്ടുവന്നതിന്